സഭ അന്നു കണ്ട ശക്തി വൈഭവം ഭൂവി പുത്തൻ പെന്തക്കോസ്തായായി തീരട്ടെ. എനിക്ക് ഏറെ വാത്സല്യമുള്ള എൻ്റെ സഹോദരങ്ങളെ, പുതിയ പന്തക്കുസ്ത എന്ന ഈ തിരുവചന ശുശ്രൂഷ നിങ്ങളുടെ മനസ്സുകൾക്ക് ആനന്ദവും നിങ്ങളുടെ സംഘർഷങ്ങൾക്ക് ആശ്വാസവും നൽകുന്നു എന്നറിയുന്നതിൽ എനിക്ക് അനൽപമായ ആത്മസംതൃപ്തിയുണ്ട്. 51-ാമത്തെ സങ്കീർത്തനം നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. നീ എന്നെ തൊട്ടാൽ ഹെർമോണിലെ മഞ്ഞുപോലെ എനിക്ക് നൈർമല്യമുണ്ടാകും. എൻ്റെ കഠിനമായ കല്ലുപോലെയുള്ള ഹൃദയം മാറ്റി നിഷ്കളമായ ഹൃദയം എനിക്ക് നൽകണേ. നമ്മുടെ കുറവുകൾ, പാപങ്ങൾ, നമ്മുടെ തഴക്കദോഷങ്ങൾ, ബലഹീനതകൾ, ഇതിലൊക്കെ നിരാശ കൊണ്ട് ഇതിനൊന്നും പ്രതിവിധിയില്ലെന്ന് കരുതുന്ന നിങ്ങളോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി കരുണയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ്, എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എൻ്റെ പാപങ്ങൾ മായ്ക്കണമേ. നീ എന്നെ കഴുകിയാൽ ഹെർമോണിലെ മഞ്ഞുപോലെ എനിക്ക് നൈർമല്യം ഉണ്ടാകും. കർത്താവ് കൈവെപ്പിലൂടെ ഞങ്ങളെ വരമേൽപ്പിച്ചിരിക്കുന്ന ശ്ലൈഹികമായ വരദാനങ്ങൾ ഉപയോഗിച്ച് ഞാൻ നിങ്ങൾക്ക് ആശീർവാദം നൽകുന്നു. നമുക്കൊരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സർവ്വനിയോഗങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ, അവശതകൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം കർത്താവിൻ്റെ തിരുമുൻപിൽ കാഴ്ചയായിട്ട് സമർപ്പിക്കുക. എല്ലാം കാണുന്ന കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട്, നിങ്ങളുടെ കുടുംബങ്ങളോടും, നിങ്ങളുടെ സർവ്വനിയോഗങ്ങളും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹല്ലേലൂയ. വളരെ വലിയ ആനന്ദത്തോടെയാണ് കർത്താവിന്റെ വചനവുമായി നിങ്ങളോടൊപ്പമായിരിക്കുന്നത്. പുതിയ പെന്തക്കോസ്ത എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 145-ാം സങ്കീർത്തനം 20-ാമത്തെ തിരുവാക്യം ഇപ്രകാരം ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്: തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു. നമ്മുടെ ജീവിതങ്ങൾക്ക് ഒത്തിരിയേറെ പ്രത്യാശ നൽകുന്ന വാഗ്ദാനമാണിത്. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും, പ്രതിസന്ധികളിലും, പ്രതികൂലങ്ങളിലും നമ്മളെ കരുതുവാൻ, സംരക്ഷിക്കുവാൻ, പരിപാലിക്കുവാൻ മതിയായൊരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പ്രിയ സഹോദര, സഹോദരി, ഈ വലിയ തിരിച്ചറിവോടെ നമ്മൾ അല്പസമയം ഒന്നു ചേർന്ന് കർത്താവിനെ പാടി ആരാധിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജോലി തിരക്കുകളൊക്കെ മാറ്റിവെച്ച് എല്ലാവരും ടെലിവിഷന്റെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. വലിയ വിശ്വാസത്തോടെ ഹൃദയം തുറന്ന്, മനം തുറന്ന്, കരമടിച്ച് കർത്താവിന്റെ നാമത്തെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ. കരമടിച്ച് ശക്തിയോടെ, ശക്തിയോടെ ചേർന്ന് പാടുന്നു. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ആ കരുതൽ അനുഭവിച്ചു പാടി. ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എപ്പോഴും നമ്മോട് കൂടെയുള്ള കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം എത്ര പേർക്ക് ബോധ്യമുണ്ട്? കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ,
എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല കർത്താവേ. എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. കരങ്ങൾ ഇരുവശങ്ങളിലേക്കും ശക്തമായി അടിച്ച് എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരുതിയിൽ വീണാലും അവിടെ എന്താ കാര്യം? ഏകനല്ല. വീഴുന്നതു തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. വീഴുന്നത് കർത്താവേ, തീയിലല്ല, നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിൻ കരങ്ങൾ ഉയർത്തിയടിച്ച് ചേർന്ന് പാടുന്നു. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ ഉണർന്നു പാടിയ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല നമ്മുടെ ഉള്ളിലേക്ക് ഹൃദയത്തിലേക്ക് ഇത് ഏറ്റുവാങ്ങി അഭിഷേകം ഏറ്റുവാങ്ങി എല്ലാവരും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഇരുകരങ്ങളും കർത്താവിന്റെ സാന്നിധ്യത്തിന് മുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് പരിപൂർണമായ ബോധ്യത്തോടെ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്ക്. യേശുവിന്റെ രക്ഷാനാമത്തെ വിളിക്ക്. യേശുവിന്റെ സൗഖ്യനാമത്തെ വിളിക്ക്. യേശുവിന്റെ അഭിഷിക്ത നാമത്തെ വിളിക്ക്. യേശുവേ, അനുഗ്രഹത്തിന്റെ ദൈവമേ, അനുഗ്രഹിക്കുന്ന കർത്താവേ, കരുണ നീട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരാതിയില്ലാത്ത പരിഭവമില്ലാത്ത വിശ്വാസ നിറവിലേക്ക് നിങ്ങൾ നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിന്റെ സകല ഭാരങ്ങളും ഉത്കണ്ഠകളും ആകുലതകളും ഞങ്ങളുടെ മനസ്സിന്റെ സകല മംഭരങ്ങളും ഈശോയെ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ. കാരണം നിന്റെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം മറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കും മക്കളെ. ഇത് കൃപയുടെ സമയം, അനുഗ്രഹത്തിന്റെ സമയം, അത്ഭുതകരമായ വിടുതലിന്റെ സമയം. ഒരിക്കൽ കൂടി യേശുവിനെ വിളിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോക ജനതയുടെ മേൽ, ലോക രാജ്യങ്ങളുടെ മേൽ, വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകായിരങ്ങളുടെ മേൽ കരം വെക്കണമേ. കെട്ടുകളെ പൊട്ടിക്കണമേ, ബന്ധനങ്ങളെ തകർക്കണമേ, എല്ലാ മുഖങ്ങളെ ഒടിക്കണമേ. അത്ഭുതകരമായ സൗഖ്യം പകരണമേ, അഭിഷേകം പകരണമേ. അനുഗ്രഹത്തിന്റെ പെരുമഴ പെയ്തിറങ്ങട്ടെ, പെയ്തിറങ്ങട്ടെ, പെയ്തിറങ്ങട്ടെ. ദൈവജനം അഭിഷേകം പ്രാപിക്കട്ടെ, ദൈവജനം വിടുതൽ പ്രാപിക്കട്ടെ, ദൈവജനം അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശുനാമത്തിൽ, യേശുനാമത്തിൽ, യേശുനാമത്തിൽ. കർത്താവ് ഒരുക്കുന്ന സംരക്ഷണം, കർത്താവ് നൽകുന്ന ദൗത്യം പൂർണ്ണമായി ഏറ്റെടുക്കുവാൻ ഓരാത്മാവിനെയും കർത്താവെ അങ്ങ് അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ. റിലീസ്, റിലീസ് യുവർ പവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, വളരെ പ്രത്യാശയോടെ കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ നമുക്കായിരിക്കാം. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുവാൻ ലിദിയാട് ഹൃദയം കർത്താവ് തുറന്നതുപോലെ ദൈവവചനത്തിനായി പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയിലൂടെ അനേകരുടെ ഹൃദയങ്ങളെ തുറക്കുകയാണ്. ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം നിർത്തിയെടുത്ത് നമ്മൾ നിൽക്കുക. നമ്മുടെ ജീവിതങ്ങള് ദൈവരാജ്യത്തിനും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ സമൂഹത്തിനും നമ്മളായിരിക്കുന്ന കൂട്ടായ്മയ്ക്കും നമ്മുടെ സഭയ്ക്കെല്ലാം അനുഗ്രഹമായി മാറണമെങ്കിൽ പ്രിയ സഹോദര സഹോദരി, ദൈവം നമ്മെ നിർത്തിയെടുത്ത് നമ്മൾ നിൽക്കണം. 121 സങ്കീർത്തനം 3 തിരുവചനത്തിൽ
ഇപ്രകാരം ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്, നിന്റെ കാൽ വഴുതുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഈ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് സംസാരിക്കുകയാ. നമ്മുടെ കാൽ വഴുതുവാൻ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന്, ദൈവസ്നേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന്, ദൈവം നമ്മെ ഓരോരുത്തരെ നിർത്തിയിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് നമ്മുടെ കാൽ വഴുതി മാറുവാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കുകയില്ല. ദൈവത്തിന്റെ വിശുദ്ധ വചനം നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ആരൊക്കെ ദൈവത്തിനും ദൈവരാജ്യത്തിനും പ്രയോജനമുള്ളവരായി മാറിയോ അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ സത്യമുണ്ട്. അവരെല്ലാം ദൈവം നിർത്തിയെടുത്ത് നിന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, നമ്മളൊരു വലിയ ലൈബ്രറിയിലോട്ട് കടന്നു ചെല്ലുകയാണ്. നമുക്ക് ആവശ്യമായ ഒരു പുസ്തകം ആ ലൈബ്രറിയിൽ ഉണ്ട്, നമ്മൾ മനസ്സിലാക്കി നമ്മൾ അങ്ങോട്ട് കടന്നു ചെന്നു. കമ്പ്യൂട്ടറിൽ നമുക്ക് വേണ്ട പുസ്തകത്തിന്റെ പേര് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. കമ്പ്യൂട്ടർ പറഞ്ഞു, ഇത്രാമത്തെ റാക്കിൽ ഇന്ന റോയിൽ നിങ്ങൾക്ക് വേണ്ട പുസ്തകം ഇരിപ്പുണ്ട്. നമ്മൾ ആ നിർദ്ദേശം അനുസരിച്ച് ആ റാക്കിന്റെ അടുത്ത് ചെന്ന് ആ റോ നോക്കിക്കഴിഞ്ഞപ്പോൾ പല പുസ്തകങ്ങൾ ഇരിപ്പുണ്ട്, പക്ഷെ നമുക്ക് ആവശ്യമായ പുസ്തകം അതിൽ കാണുന്നില്ല. നമ്മൾ വീണ്ടും നോക്കി, വീണ്ടും ഈ ഉത്തരം തന്നെയാണ് കമ്പ്യൂട്ടർ പറയുന്നത്. ആ ലൈബ്രറിയിൽ പുസ്തകമുണ്ട്, ഈ ലക്ഷക്കണക്കിന് പുസ്തകങ്ങളോട് കൂടെ നമുക്ക് ആവശ്യമായി പുസ്തകം ഇരിപ്പുണ്ട്. പുസ്തകമല്ല ലൈബ്രറിയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്കത് പ്രയോജനപ്പെട്ടില്ല. എന്താ കാരണം? അത് പൊസിഷൻ തെറ്റിയിട്ട് ഇരിക്കുന്നത്, അതിന്റെ സ്ഥാനം തെറ്റിയിട്ടിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങൾക്ക് കർത്താവ് ഒരുക്കുന്ന ആ പ്രൊവിഡൻസ്, പരിപാലന അനുഭവിക്കാൻ കഴിയണമെങ്കിൽ, കർത്താവ് നൽകുന്ന സൗഖ്യം സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ, കർത്താവിന്റെ നന്മകളും അനുഗ്രഹങ്ങളും സ്വന്തമാക്കാൻ കഴിയണമെങ്കിൽ, കർത്താവ് നമ്മളെ നിർത്തിയ പൊസിഷനിൽ നിന്ന് നമ്മൾ ഒരിക്കലും മാറിപ്പോകരുത്. ഇന്ന് അനേകരുടെ ജീവിതത്തിലെ പല പരാജയങ്ങൾക്കും തകർച്ചകൾക്കുമുള്ള ഒരു പ്രധാന കാരണം അവർ പൊസിഷൻ തെറ്റിയിട്ടിരിക്കുന്നത്. ചിലരെങ്കിലും അന്ന് ഇപ്രകാരം പങ്കുവെക്കാറുണ്ട്, സഹോദര, ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവാനുഭവം കിട്ടുന്നില്ല, ഞങ്ങൾ ഒരുപാട് ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്, കൺവെൻഷനുകൾ ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുവെങ്കിലും കർത്താവ് നൽകുന്ന നന്മ, അനുഗ്രഹം, കർത്താവിന്റെ പരിപാലന അനുഭവിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. എന്താ അതിന്റെ കാരണം? ഇന്നത്തെ വചന ശുശ്രൂഷയുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറക്കുകയാണ്. അതിന്റെ ഒരു പ്രധാന കാരണം, നമ്മൾ ദൈവം നിർത്തിയിടത്തല്ല നിൽക്കുന്നത്, പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടരുത്ത പൊസിഷൻ തെറ്റി സ്ഥാനം മാറി നിൽക്കുക. പ്രിയ ദൈവത്തിന്റെ പൈതലേ, കർത്താവ് നൽകുന്ന നന്മയും അഭിഷേകവും അനുഗ്രഹവും നിനക്ക് സ്വന്തമാക്കണോ? നാം വീണ്ടും ദൈവം നിർത്തിയിടത്തേക്ക് മടങ്ങി വരണം. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു നിമിഷം ഇങ്ങോട്ട് നോക്കി, ദൈവം എന്നെ ഇതാ ഇവിടെ നിർത്തിയിരിക്കുന്നത്, ഈ പൊസിഷനിലാണ് ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത്. ഈ പൊസിഷനിൽ ഞാൻ നിൽക്കുമ്പോൾ ഇവിടെ സഹനമുണ്ടെന്നേ, ഞെരുക്കങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്, വേദനകളുണ്ട്, തെറ്റിദ്ധാരണകളുണ്ട്. ഇതെല്ലാം ദൈവം പറഞ്ഞ പൊസിഷൻ നിൽക്കുമ്പോൾ ഉണ്ടാവും. പലരുടെയും ധാരണ ദൈവം പറഞ്ഞെടുത്ത് നിൽക്കുമ്പോൾ കാര്യങ്ങളെല്ലാം വളരെ കംഫർട്ടായി പോകും, പിന്നെ ഒരു അല്ലലുമില്ല അലച്ചിലുമില്ല. സുന്ദരമായ ജീവിതം എന്ന ക്രൈസ്തവ ജീവിതം അത് അല്ലലും അലച്ചിലുമില്ലാത്തൊരു ജീവിതമല്ല എന്നുള്ള വലിയ യാഥാർത്ഥ്യം ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ദൈവം നിർത്തിയെടുത്ത് ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് പല പല സഹനങ്ങളും നൊമ്പരങ്ങളും ഒക്കെ ഉണ്ട്. പലപ്പോഴും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇതാ നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ഞാൻ ഈ പൊസിഷനിലോട്ട് നിൽക്കുക, ഇവിടെ നിൽക്കണം. ഇവിടെ നിൽക്കുമ്പോൾ നല്ല സുഖമുണ്ട്, സന്തോഷമുണ്ട്, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ അടിപൊളി ജീവിതമാണ്, ഒരു കുറവുമില്ലാത്തൊരവസ്ഥ, ഒരുപാട് ഇമ്പങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം അനുഭവിക്കാൻ ഞാൻ ഇവിടെ നിൽക്കുക. പലപ്പോഴും എന്റെ പ്രാർത്ഥനയും പലപ്പോഴും എന്റെ ആരാധനയും പലപ്പോഴും എന്റെ ആത്മീയ ജീവിതമെല്ലാം ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ചെയ്യുന്നത്. പ്രിയ ദൈവമക്കളെ, കർത്താവ് ആഗ്രഹിക്കാത്ത ഈ പൊസിഷനിൽ നിന്ന് ഞാൻ എന്തുമാത്രം പാടിയാലും പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും ആരാധിച്ചാലും ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുത്താലും കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ, കർത്താവിന്റെ കൃപകൾ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റുവാങ്ങുവാൻ സഹോദര സഹോദരി സാധ്യമല്ല എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുക. നമ്മൾ തിരുവചനത്തിലോട്ട് വാ. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായത്തിലോട്ട് നമ്മൾ വരുമ്പോൾ അവിടെ 2-ാം വചനത്തിൽ കാണാൻ പറ്റും,
കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, മോറിയ മലയിൽ ഞാൻ കാണിക്കുന്ന സ്ഥലത്ത് നിന്റെ ഏകജാതനെ നീ എനിക്കായി ബലിയർപ്പിക്കണം. ഞാൻ കാണിക്കുന്ന സ്ഥലത്ത്, ഞാൻ പറയുന്ന പൊസിഷനിൽ. കർത്താവ് ഒരു പൊസിഷൻ അബ്രഹാമിന് പറഞ്ഞു കൊടുക്കുകയാണ്. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം 22:9 വരുമ്പോൾ കാണാൻ പറ്റും, ദൈവം പറഞ്ഞ സ്ഥലത്ത് അബ്രഹാം എത്തിയപ്പോൾ അവൻ അവിടെ ഒരു ബലിപീഠം പണിതു. ദൈവം പറഞ്ഞെടുത്ത് ആ പൊസിഷനിൽ അബ്രഹാം നിന്നപ്പോഴാണ് ദൈവത്തിന്റെ പ്രൊവിഡൻസ് അനുഭവിക്കാൻ അബ്രഹാമിന് കഴിഞ്ഞത്. ഇസഹാക്കിന് പകരം ഒരു മുട്ടാടിനെ കർത്താവ് അബ്രഹാമിന് കൊടുക്കുകയാണ്. ഈ പ്രൊവിഡൻസ് എപ്പോഴാ അബ്രഹാമിന് സ്വീകരിക്കാൻ കഴിഞ്ഞത്? ദൈവം പറഞ്ഞെടുത്ത് അബ്രഹാം നിന്നപ്പോൾ. അബ്രഹാം ചിന്തിക്കുക, എന്തിനീ മോറിയ മലയിലോട്ട് പോണേ? കർമ്മൽ മലയിലോട്ട് പോയാ പോരെ, സീനായ് മലയിലോട്ട് പോയാ പോരെ, അവിടെ കുറെ വേറെ മലകളൊക്കെ ഉണ്ട്. പക്ഷേ അബ്രഹാം അതൊന്നും ശ്രദ്ധിക്കാതെ ദൈവം പറഞ്ഞെടുത്ത് നിൽക്കുവാൻ അവന് വില കൊടുക്കുകയാണ്. അവിടെ കർത്താവിന്റെ പരിപാലന കരുതൽ അനുഭവിക്കാൻ അബ്രഹാമിന് കഴിഞ്ഞു. പുറപ്പാട് പുസ്തകം 17:6 വാ. അവിടെ പ്രവാചകനായ മോശയെ നോക്കി കർത്താവ് പറഞ്ഞു, മോശ, ഞാൻ ഹോറേബിലെ പാറമേൽ നിൽക്കും, ആ പാറയിൽ നീ വടികൊണ്ട് അടിക്കണം. നീ ആ പാറയിൽ വടികൊണ്ട് അടിക്കുമ്പോൾ എന്റെ ജനത്തിന് ആവശ്യമായ വെള്ളം ഞാൻ നൽകും. ഹോറേബിലെ പാറ. ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ആ മരുഭൂമിയിൽ വേറെ ഒരുപാട് കരിമ്പാറ കൂട്ടങ്ങളുണ്ട്. എന്നാൽ ദൈവം കൃത്യമായൊരു പൊസിഷൻ കാണിച്ചു കൊടുത്തു. ഹോറേബിലെ പാറമേലാണ് ഞാൻ നിൽക്കുന്നത്, ആ പാറയിൽ തന്നെ നീ അടിക്കണം. മോശ അതനുസരിച്ചപ്പോഴാണ് കർത്താവിന്റെ പരിപാലന ദൈവജനം ആവോളം അനുഭവിച്ചത്. വീണ്ടും രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 2-ാം വചനത്തിലോട്ട് വാ. പ്രവാചകനായ ഏലിയായി നോക്കി കർത്താവ് പറഞ്ഞു, ഏലിയ, ജോർദാൻ അരികെ കെറീത്ത് നീർച്ചാലിനെ അടുത്ത് നീ ഒളിച്ച് താമസിക്കുക. കർത്താവ് പ്രവാചകനായ ഏലിയായിക്ക് കൃത്യമായൊരു പൊസിഷൻ കാണിച്ചു കൊടുക്കുകയാണ്. കെറീത്ത് നീർച്ചാലിനരികെ. പ്രിയ ദൈവമക്കളെ, ഈ നീർച്ചാലിനരികെ ഏലിയ താമസിച്ചപ്പോഴാണ് 6-ാം വചനത്തിൽ കാണുന്ന കർത്താവിന്റെ പരിപാലന കരുതൽ അനുഭവിക്കാൻ പ്രവാചകന് കഴിഞ്ഞത്. അവിടെ വചനം എന്താ പറയുന്നത്? കാക്കകൾ കാലത്തും വൈകിട്ടും ഏലിയായിക്ക് അപ്പവും മാംസവും കൊണ്ടുവന്ന് കൊടുത്തു. ഈ പരിപാലനം എപ്പോഴാണ് ഏലിയയ്ക്ക് അനുഭവിക്കാൻ കഴിഞ്ഞേ? ദൈവം പറഞ്ഞ പൊസിഷനിൽ ഏലിയ നിന്ന് കഴിഞ്ഞപ്പോൾ. അപ്പൊ ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ ഇടപെടലുകൾ നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തതിന്റെ ഒരു പ്രധാന കാരണം, പ്രാർത്ഥിച്ചിട്ടും കർത്താവ് നൽകുന്ന നന്മകൾ സ്വന്തമാക്കാൻ കഴിയാത്തതിന്റെ കാരണം, ധ്യാനങ്ങൾ മാറി മാറി കൂടിയിട്ടും പലപ്പോഴും കർത്താവ് നൽകുന്ന സൗഖ്യം, വിമോചനം, കർത്താവ് പകരുന്ന അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റുവാങ്ങാൻ കഴിയാത്തതിന്റെ ഒരു പ്രധാന കാരണം, നമ്മൾ പൊസിഷൻ തെറ്റിയിട്ടാണ്, സ്ഥാനം തെറ്റിയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ ഒരേ ഒരു കാര്യം നമ്മൾ ചെയ്താൽ മതി. കർത്താവ് പറഞ്ഞ പൊസിഷനിലോട്ട് നമ്മൾ വരണം. അതിലോട്ട് വരണമെങ്കിൽ നമ്മുടെ സുഖങ്ങള്, നമ്മുടെ ചില സ്വപ്നങ്ങള്, നമ്മുടെ ആഗ്രഹങ്ങള്, ഇതെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം. വീണ്ടും സുവിശേഷത്തിലോട്ട് വാ. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 7-ാം വചനത്തിൽ അന്ധനായൊരു മനുഷ്യനുണ്ട്. അവന്റെ കണ്ണുകളിൽ ചേട് പുരട്ടിയിട്ട് യേശു പറഞ്ഞു, നീ ശീലാഹ കുളത്തിൽ പോയി കഴുകുക. ആ ദേശത്ത് വേറെ പല കുളങ്ങളുണ്ട്. അവൻ ചിന്തിക്കുന്നതിന് ശീലോഹയിൽ പോയി കഴുകണേ, ബെത്സേദ കുളത്തിൽ പോയി കഴുകിയ പോരെ, ജോർദാൻ നദിയിൽ പോയി കഴുകിയ പോരെ. പക്ഷെ കർത്താവ് ഒരു പൊസിഷൻ കാണിച്ചു കൊടുത്തു, ശീലാഹോ. ആ കുളത്തിൽ പോയി അവന്റെ കണ്ണ് കഴുകിയപ്പോഴാണ് യേശു ക്രിസ്തു നൽകിയ സൗഖ്യം അനുഭവിക്കുവാൻ അന്ധനായ മനുഷ്യന് കഴിഞ്ഞത്. എത്ര പേർക്ക് കർത്താവ് പറയുന്ന ഈ വചനം മനസ്സിലാകുന്നുണ്ട്? അവർ സ്വരമെടുത്ത് ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ദൈവമക്കളെ, കാര്യം വളരെ സിമ്പിളാ. എന്താ കാര്യം? ദൈവം പറഞ്ഞെടുത്ത് നമ്മൾ നിൽക്കണം. ദൈവം പറഞ്ഞെടുത്ത് നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ കുടുംബത്തിന് പ്രയോജനപ്പെടുകയുള്ളൂ. നമ്മുടെ മാതാപിതാക്കൾക്ക്, ഭാര്യയ്ക്ക്, ഭർത്താവിന്, മക്കൾക്ക് ഉപകാരമുണ്ടാവുകയുള്ളൂ. നമ്മളായിരിക്കും നമ്മുടെ കൂട്ടായ്മയ്ക്ക്, നമ്മുടെ സഭയ്ക്ക്, സമൂഹത്തിന് നമ്മുടെ ജീവിതങ്ങളിലൂടെ ഒരു വലിയ നന്മ അനുഭവിക്കാൻ പറ്റണമെങ്കിൽ ഈ മെസ്സേജ് നമ്മൾ ആരും മറന്നു കളയരുത്. ദൈവം പറഞ്ഞെടുത്ത് നമ്മൾ നിൽക്കുക. അവിടെ കർത്താവിന്റെ കരുതൽ കാണാം, കർത്താവിന്റെ സംരക്ഷണം കാണാം, കർത്താവ് നൽകുന്ന സൗഖ്യം കാണാം,
കർത്താവ് പകരുന്ന അഭിഷേകത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഈ വചനം ഏറ്റുവാങ്ങി ഒരു മടങ്ങിവരവിന് നമ്മൾ തയ്യാറാവുക. കർത്താവ് പറഞ്ഞെടുത്ത് നിൽക്കുവാൻ അതിനുവേണ്ട ഒരു സമർപ്പണത്തിലേക്ക് നമ്മൾ ഒരുങ്ങുക. നമുക്കിഷ്ടപ്പെട്ട ജീവിത രീതികൾ ഉപേക്ഷിച്ച്, പാപവഴികൾ ഉപേക്ഷിച്ച്, ഈ ലോകത്തിലെ സകല ഇമ്പങ്ങളും നിറങ്ങളും ഉപേക്ഷിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ജീവിത ശൈലി നമ്മളിൽ രൂപപ്പെടുത്തുക. സഹനമുണ്ടെന്നേ, ഞെരുക്കമുണ്ട്, കഷ്ടതയുണ്ട്. എന്നാൽ ഇതിന്റെ എല്ലാം നടുവിൽ കരം പിടിച്ച് എന്നെയും നിങ്ങളെയും കൃത്യതയോടെ മുന്നോട്ട് നയിക്കാൻ മതിയായൊരു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ വലിയ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരു യഥാർത്ഥ സമർപ്പണത്തിനായിട്ട് ഒരുങ്ങണം. കർത്താവ് അതിനുവേണ്ട കൃപ തരുന്നേ. നമ്മൾ ആരും സംശയിക്കേണ്ട. നമുക്ക് പ്രാർത്ഥിക്കാം. അനേകരെ ഈ അഭിഷേകത്തിലേക്ക് നമുക്ക് ഒരുക്കാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.